Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. ഇത് നിങ്ങളുടെ ജൂൺ മന്ത് റീഡിംഗ് ആണ്. ജൂൺ മാസം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, ഹിഡൻ ആയിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കണക്ട് ചെയ്യാൻ പോകുന്നത്. ജൂൺ മാസം നിങ്ങളെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ്. ഓൾറൈറ്റ്, സോ 3 ഗ്രൂപ്പ്സ് ഉണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിനോടാണോ ഏത് പിക്ചറിനോടാണോ കാർഡിനോടാണോ കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. So select your group, then we can start. Alright, let's start with group number 1. Hey, group number 1. എന്തൊക്കെ കാര്യങ്ങളാണ് ജൂൺ മാസം നിങ്ങളെ കാത്തിരിക്കുന്നത് നോക്കാം. ജൂൺ മന്ത് നിങ്ങൾ വളരെ നന്നായിട്ട് നിങ്ങളുടെ സക്സസിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓർ എന്തൊക്കെ ആക്ഷൻസ് നിങ്ങൾ ജൂൺ മാസം എടുക്കുന്നുണ്ടോ അത് നിങ്ങളെ ലീഡ് ചെയ്യുന്നത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകള്, ശീലങ്ങളൊക്കെ നിങ്ങളുടെ ഒരു സക്സസിന്റെ ഭാഗമാക്കുന്നുണ്ട്. സോ നിങ്ങൾ വളരെ നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് കാണുന്ന ഒരു മന്താണ് ജൂൺ മന്ത്. വളരെ ആക്റ്റീവായിട്ട് പല കാര്യത്തിലും നിങ്ങൾക്ക് വളരെ ആക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആക്ഷൻസ് കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു മന്ത് ആയിരിക്കാം ജൂൺ മന്ത്. ഓൾറൈറ്റ്, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനോടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കാരണം നിങ്ങൾ എപ്പോഴും കുറച്ച് എൻഗേജ്ഡ് ആയിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾ എപ്പോഴൊക്കെയോ ചെയ്തിട്ടുള്ള കാര്യത്തിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എക്സാംസ് എപ്പോഴെങ്കിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വളരെ സന്തോഷമായിട്ടുള്ള എന്തെങ്കിലും കാര്യം, ചില ആളുകൾക്ക് അഡ്മിഷൻ ആയിരിക്കാം, അപ്രൂവൽ ആയിരിക്കാം, ഓർ നിങ്ങൾ എന്തെങ്കിലും ഇന്റർവ്യൂവിൽ പാസ് ആവുന്നതായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങളുടെ ആക്ഷൻസും വളരെ നന്നായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. സോ എവിടെയാണോ നിങ്ങൾ ഇത്ര കാലമായിട്ട് നിന്നിട്ടുള്ളത് ആ ഒരു കാഴ്ചകളല്ലാതെ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് അല്ലാതെ ജൂൺ മന്ത് നിങ്ങൾക്ക് പുതിയ പുതിയ കാഴ്ചകൾ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ കുറച്ചുകൂടി ഒരു ലോകം കാണുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഒരു നിങ്ങൾ എന്താണോ ഒരു ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്നത്, അത് നിങ്ങളുടെ തോട്ട്സ് ആയിരിക്കാം, നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ ആയിരിക്കാം, അത് നിങ്ങൾക്ക് നല്ലൊരു അറിവായിട്ടും കിട്ടുന്നുണ്ട്. ആൻഡ് പ്ലസ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ലോക പരിചയം ഉണ്ടാവുന്നുണ്ട്, പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്, പുതിയ കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ട്. സോ നിങ്ങൾ ഇത്ര കാലമായിട്ട് കംഫർട്ട് ആയിട്ട് നിന്നിട്ടുള്ള ഒരു പ്ലേസ് നിന്ന് പുറത്തേക്ക് വന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഒരു കംഫർട്ട് സോണിന്ന് പുറത്ത് വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു ലോകം കുറച്ചുകൂടെ വലുതാവുന്നുണ്ട്. ഓക്കെ, സോ അത് എസ്പെഷ്യലി നിങ്ങൾ ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾ വില്ലിങ് ആവുന്നത് കൊണ്ടാണ്. സ്വപ്നം കാണാൻ തുടങ്ങുന്നുണ്ടായിരിക്കണം ചില ആളുകൾ. നിങ്ങൾക്കൊരു എയിം ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവുന്നുണ്ട്, അത് നിങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങുന്നുണ്ട്. ആൻഡ് വീണ്ടും ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളൊരു വലിയൊരു ഗ്യാപ്പിന് ശേഷമായിരിക്കാം വീണ്ടും നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ വരുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ലൈഫിനെ കുറിച്ച് സ്വപ്നം കാണാൻ നാച്ചുറലി നിങ്ങൾ ഇന്റൻഷനലി ചെയ്യുക എന്നുള്ളതല്ല, അത് ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സ്വപ്നം കാണാൻ തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു ചേഞ്ച് ജൂൺ മന്ത് സംഭവിക്കുന്നത് നിങ്ങൾ സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ അത് പഠനപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടല്ല, നിങ്ങളുടെ ചില കാര്യങ്ങള് നിങ്ങളുടെ ചില എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് അത്ര ഒരു സൈക്കോളജിക്കലായിട്ട് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ ഒരുപാട് കണക്ട് ചെയ്തിട്ടുള്ള ചില വിഷമ ഘട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ സങ്കടം, മൈൻഡിനെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതൽ പഠിക്കുന്നുണ്ട്. അത് എങ്ങനെ ബെറ്റർ ആയിട്ട് കൊണ്ടുവരാം എന്നുള്ളത് നിങ്ങൾ തന്നെ ചില പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മേലെ തന്നെ ചില കാര്യങ്ങള്, അതാണ് നിങ്ങൾ പുറത്തേക്ക് നോക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് വൈഡ് ആയിട്ട് ചില കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഓക്കെ, ശ്രമിക്കുന്നുണ്ട്. ഇത്ര കാലമായിട്ട് നിങ്ങൾ എങ്ങനെയാണോ ചിന്തിച്ചിട്ടുള്ളത് അങ്ങനെയല്ല. കാരണം നിങ്ങളായിട്ട് തന്നെ ചില കാര്യത്തിന്റെ ഒരു സൊല്യൂഷൻ, എസ്പെഷ്യലി നിങ്ങളുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യത്തിന് നിങ്ങൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ പഠിക്കാൻ എന്തെങ്കിലും താല്പര്യം കാണിക്കുന്നുണ്ടായിരിക്കണം, സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം. ഓക്കെ, സോ നിങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അക്കാഡമിക്കലായിട്ട് നിങ്ങളുടെ ഒരു കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആയിട്ട് നിങ്ങൾ കുറച്ചുകൂടെ ഒരു എയിം വെക്കുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ജോബിന്റെ മേലെയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ചില കാര്യത്തിനെ പറ്റിയിട്ട് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതൊക്കെ ആയിരിക്കാം. സോ ജൂൺ മന്ത് നിങ്ങളുടെ മൈൻഡ് ആയിട്ടാണ് ഒരു വലിയൊരു ഗെയിമിലേക്ക് ഏർപ്പെടുന്നത്. ഓക്കെ, നിങ്ങളുടെ ചില തോട്ട്സ് കാരണം, നിങ്ങളുടെ ഒരു മൈൻഡിന്റെ ചില പ്രവർത്തനം കാരണം നിങ്ങൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. അത് എങ്ങനെ നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ചില ആളുകൾ വളരെ എക്സോസ്റ്റഡ് ആയിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു പാസ്റ്റ് സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത്
നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടോ നിങ്ങൾ വളരെ ടയേർഡ് ആയിട്ടുണ്ടായിരിക്കണം, വളരെ എക്സോസ്റ്റഡ് ആയിട്ടുണ്ടായിരിക്കണം. പക്ഷെ ജൂൺ മന്ത് വരുന്ന സമയത്ത് ഈവൻ നിങ്ങൾ സൈക്കോളജിക്കലായിട്ടൊന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ തോട്ട്സ് വരുന്നത്, അതെങ്ങനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതെങ്ങനെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ സങ്കടം, നിങ്ങൾ എന്താണോ ഇത്ര കാലമായിട്ട് ആലോചിച്ച് വിഷമിച്ചിട്ടുള്ളത് അത് എങ്ങനെ മാറ്റണം, ആ ഒരു സങ്കടം മാറ്റാനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുന്നുണ്ട്. കാരണം ചില ആളുകൾ നിങ്ങൾ വെറുതെ ഇരുന്ന് സങ്കടപ്പെടുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കാം നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ മൈൻഡിന് ഒരുപാട് ബേർഡൻസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ മൈൻഡും ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ലൈക്ക് ജൂൺ മന്ത് വരുന്ന സമയത്ത് നിങ്ങൾ ഈവൻ നിങ്ങളൊരു സൈക്കോളജി സ്റ്റുഡന്റോ അല്ലെങ്കിൽ സൈക്കോളജി പഠിച്ചിട്ടുള്ള ആളുകളോ അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ നല്ലൊരു സൈക്കോളജിസ്റ്റ് ആവുന്നുണ്ട്. സെൽഫായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഹീൽ ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് അങ്ങനത്തെ കാര്യത്തിൽ താല്പര്യം തോന്നുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, പഠിക്കാനുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം, നിങ്ങൾക്കറിയാം നിങ്ങൾ പോകുന്നൊരു സിറ്റുവേഷൻ, നിങ്ങൾ പോകുന്നൊരു പ്രോബ്ലം എന്താന്നുള്ളത് ജൂൺ മന്ത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 1 അത് നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സക്സസ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ മേ ബി നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പുതിയ പാത്തായിരിക്കാം, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് അതിന് ഉണ്ടാവുന്നതായിരിക്കാം. അത് ഫൈനാൻഷ്യലി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കാം, ഓർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സെൽഫായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് വരുത്താൻ സാധിക്കുന്ന കാര്യമായിരിക്കാം. സോ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾ മാറ്റിയെടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ വിശ്വാസങ്ങള്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. ഇത്ര ഒരു ചുറ്റുവട്ടത്തിൽ മാത്രമായിരിക്കാം നിങ്ങളുടെ ഒരു ലോകം ഉണ്ടായിട്ടുണ്ടായിരിക്കുക ഇത്ര കാലമായിട്ട്. ഓക്കെ, സോ പുറമെ ഒരുപാട് കാര്യങ്ങൾ, അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്, ഒരുപാട് കാഴ്ചകൾ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇത്ര കാലമായിട്ട് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഒരു ലോകം നിങ്ങൾ വളരെ ചുരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ജൂൺ മന്ത് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് അതിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്, നോക്കുന്നുണ്ട്, പുറമേയുള്ള കാഴ്ചകൾ കാണുന്നുണ്ട്. സോ ജൂൺ മന്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചില കാഴ്ചകൾ നിങ്ങൾ ഒരുപാട് ടെംപ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്കും വേണം, നിങ്ങൾക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ വേണം. ചില കാര്യങ്ങൾ കാണുന്ന സമയത്തായിരിക്കാം, കേൾക്കുന്ന സമയത്തായിരിക്കാം, അത് റിലേഷൻഷിപ്പിലായിരിക്കാം, നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ കാണുന്ന സമയത്തായിരിക്കാം, ആരുടെയെങ്കിലും നല്ലൊരു ഫാമിലി ലൈഫ് നിങ്ങൾ കാണുന്ന സമയത്തായിരിക്കാം, സ്നേഹം, കാരണം സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ജൂൺ മന്ത് വരുന്ന സമയത്ത് ഒരു വെളിച്ചം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് ജൂൺ മന്ത്. അത് മേ ബി നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഈ സമയം വരെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ നിങ്ങൾ സൈക്കോളജിക്കലി ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ലൈക്ക് സൈക്കോളജിസ്റ്റ്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആണ്, നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ് ഗ്രൂപ്പ് നമ്പർ 1. അത് നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫേവർ ആയിട്ട് നിൽക്കുന്ന ഒരു മന്ത് ആയിരിക്കാം, നിങ്ങൾക്ക് പല കാര്യങ്ങളും ബാലൻസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കണം, പല രീതിയിൽ ഉയർന്നു വന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ഒരു ട്രാക്കിലേക്ക് വന്നു, അല്ലെങ്കിൽ നിങ്ങൾ സെയിം ഏജിലുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ സെയിം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ എന്തൊക്കെയോ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ കുറച്ച് പിറകോട്ടായി പോയി, നിങ്ങൾ ലേറ്റ് ആയി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ മന്ത് നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഒരേ ട്രാക്കിലാണ്, പല കാര്യങ്ങളും ഓക്കെ ആയിട്ട് പോവാണ്, ബാലൻസ്ഡ് ആണെന്നുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ വളരെ ബെനിഫിറ്റ് ആയിട്ട് നിൽക്കുന്നത്, നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾക്ക് ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസും മൈൻഡും ഫീലിങ്സും നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, പുതിയ കാഴ്ചകള്, പുതിയ കാഴ്ചപ്പാട് വരുന്നതാണ് ജൂൺ മന്ത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. നമ്പർ 6 നിങ്ങൾക്കുള്ള കൈൻഡ് ഓഫ് ഏഞ്ചൽ നമ്പർ ആയിരിക്കാം. സോ ഇറ്റ്സ് ലൈക്ക് നമ്പർ 6 ആയിരിക്കാം ജൂൺ മന്ത് നിങ്ങളെ കുറച്ചുകൂടെ ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ ഒരു സംസാരിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾക്കൊരു ഗൈഡൻസ് പോലെ ആയിരിക്കാം, നിങ്ങൾക്കൊരു വാർണിംഗ് പോലെ ആയിരിക്കാം, നിങ്ങൾ കുറച്ചുകൂടെ ഒന്നും അറ്റൻഷൻ കൊടുക്കണം എന്നുള്ള രീതിയിലായിരിക്കാം. ഓക്കെ, സോ അത് കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം ആൻഡ് റൈറ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് നിങ്ങൾ കൊടുക്കാം. ഓക്കെ, സോ നമ്പർ 6 കാണുന്ന സമയത്ത് മേ ബി ലൈക്ക് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു ഗാർഡിയൻ നിങ്ങളുടെ കൂടെ
കൂടെ ഉണ്ടാവുന്നുണ്ട്. സോ എന്താണ് ആ ഒരു സമയത്ത് നിങ്ങൾ മേ ബി ഒരു ലക്ഷ്യം വെച്ചിട്ടായിരിക്കാം ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഓർ നിങ്ങളുടെ വിഷൻ നിങ്ങൾ കൺഫേം ചെയ്യുക. ഓക്കെ, ഇതാണ് നിങ്ങൾ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്ത് സംഭവിക്കുന്ന സമയത്ത് ലൈക്ക് എഗെയിൻ നിങ്ങൾക്ക് എങ്ങനെയാണോ ആ ഒരു കോൺവെർസേഷൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുക. എസ്പെഷ്യലി നിങ്ങൾക്കൊരു വഴികാട്ടി പോലെ ഉണ്ടാവുന്നുണ്ട്, എസ്പെഷ്യലി ഏഞ്ചൽ നമ്പേഴ്സ്. ഓക്കെ, ബാലൻസ് ഇറ്റ്സ് അഗെയിൻ എ കൺഫർമേഷൻ. നിങ്ങളുടെ ഒരു പല സിറ്റുവേഷനും ഇമോഷൻസ്, ഫീലിങ്സ്, പല കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 1 ഇറ്റ്സ് എ കൺഫർമേഷൻ അഗെയിൻ. നിങ്ങൾക്ക് ഒരു ഏഞ്ചൽ സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഗാർഡിയൻ ഓക്കെ ബിഹൈൻഡ് നിങ്ങൾക്ക് അത് ഉണ്ടാവുന്നുണ്ട്, എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഒന്ന് വീഴാൻ പോകുന്ന സമയത്ത് ലൈക്ക് ഒരു മിറാക്കിളൊക്കെ മേ ബി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ വീഴാൻ പോകുന്ന വിചാരിക്കും, പക്ഷെ നിങ്ങൾ വീഴില്ല. ഇപ്പൊ എന്തെങ്കിലും അബദ്ധത്തിലേക്ക് നിങ്ങൾ പോകും, പക്ഷെ നിങ്ങൾ അവിടെ സേഫ് ആയിട്ടിരിക്കും. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ജൂൺ മന്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഇറ്റ്സ് ലൈക്ക് സെയിം ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളൊരു ഇത്ര കാലമായിട്ട് നിങ്ങളൊരു കേജിലാണെന്ന് വിചാരിക്കാം, ഒരു കൂട്ടിലോ ഒരു കേജിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടായിരിക്കണം, പക്ഷെ പുറത്തേക്ക് ഇറങ്ങാനുള്ള പേടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വീണു പോവോ, എന്തെങ്കിലും സംഭവിക്കോ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ എന്നുള്ള പേടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ പല കാര്യത്തിൽ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഗ്രൂപ്പ് നമ്പർ 1 ഓക്കെ, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ വീഴാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ബാലൻസ്ഡ് ആവുന്നുണ്ട് വിത്ത് ഏഞ്ചൽ വിങ്സ്. ഓക്കെ, ഏഞ്ചൽ സപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഗാർഡിയൻ ഓർ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആയിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി ഒരു ലൈക്ക് ഏഞ്ചൽ ഗാർഡിയൻ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ധൈര്യമായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് വരിക, പുറം ലോകത്തേക്ക് വരിക. ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, അത് കാണാൻ നിങ്ങൾ വരിക. ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത് അറിയാം. ഓക്കെ, വളരെ നന്നായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ജൂൺ മന്ത് നിങ്ങൾ ചെയ്യുന്ന പല ആക്ഷൻസും മനസ്സിലാക്കാം. അത് ഒന്നുകിൽ ജൂൺ മന്ത് തന്നെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും, ഓർ അതിന്റെ ഒരു ബെനിഫിറ്റ്സ് വെരി സൂൺ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ജൂൺ മന്ത് നിങ്ങൾ എടുക്കുന്ന പല ആക്ഷൻസും നിങ്ങളുടെ ഒരു പ്രോസ്പെരിറ്റി ആണ്, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു യാത്രയാണ്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ് ഫോർ ഗ്രൂപ്പ് നമ്പർ 1. പവർ. ഗ്രൂപ്പ് നമ്പർ 1 സി ഡെഫിനറ്റ്ലി നിങ്ങളൊരു മാസ്റ്റർ ആവുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ വളരെ ഒരു മാസ്റ്റർ പോലെ അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ പോലെ നിങ്ങൾ ആക്ട് ചെയ്യുന്നുണ്ട്. മേ ബി സി ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ഒരു ബർത്ത് ടാലന്റ് ആയിരിക്കാം. ഓക്കെ, ഇതുപോലെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സ്കിൽ, മൈൻഡ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് എക്സ്പേർട്ട് ആയിട്ട് വരാൻ സാധിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ മൈൻഡ്, ഇമോഷൻസ് അതിലൊക്കെ നിങ്ങൾ എക്സ്പേർട്ട് ആണ്. ഓക്കെ, ഈവൻ നിങ്ങൾ ലൈഫിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ചില ലൈഫ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കും. ഓക്കെ, നമ്മൾ സ്കൂളിലൊക്കെ പോയി പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം എന്നുള്ളതല്ല, ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കും. അതായിരിക്കാം നമ്മളെ ലൈഫ് ലോങ് ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ലൈഫിൽ ടഫസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വളരെ സങ്കടപ്പെടുത്തുന്ന സിറ്റുവേഷൻ, കാരണം നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ ഒരുപാട് എക്സോസ്റ്റഡ് ആയിട്ടുണ്ടായിരിക്കണം, നിങ്ങളുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എക്സോസ്റ്റഡ് ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരിക്കണം. ഓർ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, സോ അത് നിങ്ങളുടെ സിറ്റുവേഷൻസ് കൊണ്ട് മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ ഒരു നേച്ചർ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ജന്മപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതാവുന്നതായിരിക്കാം, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതാവുന്നതായിരിക്കും. സോ നിങ്ങളുടെ മൈൻഡ് കാരണം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിലൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ജൂൺ മന്ത് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് അത് നിങ്ങളെ പോലും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലുമൊക്കെ സക്സസിലേക്ക് നിങ്ങൾ ആ ഒരു കാര്യം ലീഡ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ജ്ഞാനം ഉണ്ടാവുന്നുണ്ട്, വിസ്ഡം നിങ്ങൾ മാറ്റി നിർത്തുന്നുണ്ട്. നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യം റെയർ ആയിട്ട് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഫാമിലിന്ന് ആദ്യമായിട്ടൊരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിന്ന് ആദ്യമായിട്ടൊരു പേഴ്സൺ ഇതുപോലത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടാവുക. ഒരു വീട്ടിലെ കുട്ടിക്ക് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുക, കാഴ്ചപ്പാട് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് പോലെ യു ആർ വൺ ഓഫ് ദം. ഗ്രൂപ്പ് നമ്പർ 1 പഠിക്കുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, അറിവുണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ടഫസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, അതാണ് നിങ്ങൾ ഇത്ര കാലം എന്തൊക്കെ
അക്കാഡമിക്കലായിട്ട് നേടിയിട്ടുണ്ട് എന്നുള്ളതല്ല. ഈ ഒരു ലൈഫിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും അത് നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് അതിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളുമാണ് നിങ്ങൾ എന്തൊരു കാര്യത്തിൽ വളരെ എക്സ്പേർട്ട് ആക്കുന്നത്. അതായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് ഫെയിം, സക്സസ്, ഫൈനാൻഷ്യൽ സക്സസ്, സ്പിരിച്വൽ സക്സസ് കൊണ്ടുതരുന്നത്. ഓൾറൈറ്റ്, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ്, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ആൻഡ് ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. ഹലോ, ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ജൂൺ മന്ത് റീഡിംഗ്. എന്തൊക്കെ കാര്യങ്ങളാണ് ജൂൺ മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2, റിസെപ്റ്റിവിറ്റി. ആൻഡ് ഫൈനലി നിങ്ങൾ ചില കാര്യങ്ങൾ ജൂൺ മന്ത് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി, ഓക്കെ, കിട്ടാൻ വേണ്ടി. കാരണം ജൂൺ മന്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈഗോ നിങ്ങളുടെ ഈഗോ കാരണം മാറ്റി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാതെ വെച്ചിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, കാരണം ജൂൺ മന്ത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മേ ബി ഗിഫ്റ്റ് ആയിരിക്കാം, ആരെങ്കിലും നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നതായിരിക്കാം. ഓർ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ വേണ്ടിയിട്ട് അവരുടെ ഈഗോ അവർ കോംപ്രമൈസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ രണ്ട് വ്യക്തികൾക്കിടയിലുള്ള ഈഗോ അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് ഒരു ബെനിഫിറ്റ് ആണ്. ഓക്കെ, നിങ്ങൾ റിസീവ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കും അങ്ങനത്തെ ചേഞ്ചസ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ട്രാവലിംഗ് ജൂൺ മന്ത് നിങ്ങൾ കാത്തിരിക്കുന്നത് യാത്രയാണ്. ഓക്കെ, സോ നിങ്ങളുടെ മൈൻഡും ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം ജൂൺ മന്ത്. ഓക്കെ, നല്ല നല്ല ഓർമ്മകള്, നല്ല നല്ല ആഗ്രഹങ്ങള്, ഡേ ഡ്രീം ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ചില ആളുകൾക്ക് യാത്ര ചെയ്യുന്നതാണ് ജൂൺ മന്ത്. നിങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കണം. എസ്പെഷ്യലി നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടോ യാത്ര ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ രണ്ടുപേരും നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു യാത്ര നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കാം വിത്ത് സ്പെഷ്യൽ പേഴ്സൺ. ഓക്കെ, കാരണം എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ജൂൺ മന്ത് നിങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഫുൾ ആക്ഷൻ ആണ് ജൂൺ മന്ത് വരുന്ന സമയത്ത്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണം ചില കാര്യങ്ങൾ. സോ ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. ലൈക്ക് നിങ്ങൾ മേ ബി ലൈക്ക് ആദ്യമായിട്ടായിരിക്കാം നിങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ചില ആളുകൾക്കുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് ആണ് ഗ്രൂപ്പ് നമ്പർ 2. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണോ എക്സാക്ട് കാര്യങ്ങൾ വേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏതറ്റവും പോകുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്. നിങ്ങൾ എവിടെയാണോ നിങ്ങൾ നിർത്തിയിട്ടുള്ളത് അവിടുന്ന് നിങ്ങൾ മാറി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾ ഒരു പ്ലേസിൽ നിന്ന് വേറെ പ്ലേസിലേക്ക് വരുന്നതായിരിക്കാം നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട്. കാരണം ചില ആളുകൾ വളരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട്. ആളുകളുടെ അടുത്ത് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഡിസേർവ് ആണ് ഈ ഒരു കാര്യം. കാരണം നിങ്ങൾ എന്തൊരു കാര്യം ജെന്യൂൻലി ഡിസേർവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ഓർ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം എവിടുന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടണം, അങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് സ്നേഹമായിരിക്കാം, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, ഓർ നിങ്ങൾ പങ്കെടുക്കേണ്ട എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, സോ അതെന്തെങ്കിലും ഫംഗ്ഷനോ ഓർ നിങ്ങളുടെ ഒരു ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമോ നിങ്ങളുടെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമോ കൂടെ വർക്ക് ചെയ്യുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളെ അലോ ചെയ്യുന്നുണ്ട് ചില കാര്യത്തിലേക്കൊക്കെ വരാൻ, ചില കാര്യത്തിലൊക്കെ എൻഗേജ്ഡ് ആവാൻ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങളെ അലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് സംഭവിക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വളരെ താല്പര്യമുള്ളതായിരിക്കാം. ചില വ്യക്തികൾ നിങ്ങൾക്ക് വളരെ താല്പര്യമുള്ള വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഈഗോ ഓർ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നിങ്ങളത് ഓപ്പൺ ആക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണമെന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്ന് പറയാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, സോ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഒരു രണ്ടാളുകൾ തമ്മിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഈഗോ മാറ്റി വെക്കുക, വീണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അത് ഈവൻ നിങ്ങളുടെ ഫാമിലിയിലായിരിക്കാം. ചില ആളുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയിട്ടോ കോംപ്രമൈസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് നല്ലൊരു മാറ്റമാണ്. ഓക്കെ, എസ്പെഷ്യലി ഫാമിലി റിലേഷൻഷിപ്പ് ഒക്കെ വരുന്ന സമയത്ത്, ഈവൻ വർക്ക് പ്ലേസ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊജക്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ മാറി നിൽക്കുന്ന ആളുകളാണ്. എന്തെങ്കിലും കൂട്ടത്തിന്റെ അടുത്തുനിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നതോ ഏതെങ്കിലും വ്യക്തിയുടെ അടുത്തുനിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നതോ അതിന് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, യാത്ര ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജേർണിയാണ്. ഗ്രൂപ്പ് നമ്പർ 2 അത് ചില ആളുകൾക്ക് ഒരു കൈൻഡ് ഓഫ് അഡ്വെഞ്ചർ ആയിട്ടുള്ള ഒരു ജേർണി ആയിരിക്കാം. ഓക്കെ, സോ മേ ബി നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒറ്റയ്ക്ക് യാത്ര പോകുന്നതായിരിക്കാം. ഓർ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഇറ്റ്സ് ലൈക്ക്
നിങ്ങൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, ഏതെങ്കിലും വ്യക്തിയായിട്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിരിക്കാം. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു ജേർണിയാണ്, ഒരു കൈൻഡ് ഓഫ് റെയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം. ഓക്കെ, ചില ആളുകൾ എന്തെങ്കിലും അതുപോലത്തെ സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പ് ഒരു ഗ്യാപ്പിന് ശേഷം അല്ലെങ്കിൽ ഒരു സെപ്പറേഷന് ശേഷം, കാരണം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് നിന്നിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഫേസ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2 അത് നിങ്ങൾക്കുള്ളൊരു മേജർ ബ്ലെസ്സിങ് ആണ്, നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ജൂൺ മന്ത് നിങ്ങൾക്ക് വേണ്ട ഒരു വഴി കാട്ടി തരുന്നുണ്ട്. ഓക്കെ, എങ്ങനെ ഡീൽ ചെയ്യണം, ചില സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത്. സ്പെഷ്യലി നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും മേജർ ഡിസിഷൻ എടുക്കേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും നിൽക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട കാര്യത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 2, what major blessings are coming for you? Great. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഒരു വർത്ത്, നിങ്ങളുടെ ടാലന്റ് എന്താന്നുള്ളത്, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ പവർ എന്താന്നുള്ളത് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളെ പറ്റിയിട്ട് തന്നെ ഉള്ള ഒരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുന്ന ചില സാഹചര്യങ്ങൾ ജൂൺ മന്ത് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്താൻ പോസിബിൾ ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ, നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അത് ചില ആളുകൾക്ക് എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം, പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അത് കുറെ കാലമായിട്ട് നിങ്ങൾ കാണാത്ത എന്തെങ്കിലും സ്ഥലമായിരിക്കാം, ഒരു ടൈമിൽ നിങ്ങൾ നിന്നിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ജനിച്ചു വളർന്നിട്ടുള്ള പ്ലേസിലേക്ക് നിങ്ങൾ വീണ്ടും തേടി പിടിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങൾ വീണ്ടും തേടി പിടിച്ചു പോകുന്ന സിറ്റുവേഷൻ. സ്പെഷ്യലി വളരെ ലോങ് ഡിസ്റ്റൻസ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ കാലങ്ങൾക്ക് ശേഷം അങ്ങനത്തെ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സത്യാവസ്ഥ ഓർ മേ ബി ഇത് എവിടെ ഉണ്ട് എന്നുള്ളതായിരിക്കാം. നിങ്ങൾ ചില കാര്യങ്ങൾ എവിടെയാണുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു പാർട്ട്ണർ ആയിരിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ആൻഡ് ഫൈനലി ജൂൺ മന്ത് നിങ്ങളുടെ ഒരു പാർട്ട്ണർ എവിടെയാണെന്നുള്ളത്, നിങ്ങളുടെ ഒരു റൈറ്റ് പേഴ്സൺ എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ജൂൺ മന്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൂടുതൽ വാങ്ങിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുകയാണ്, നിങ്ങൾക്ക് സ്നേഹമാണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് ലൈക്ക് വാട്ട് ഐ എം ഹിയറിംഗ് ഈസ് നിങ്ങൾക്കൊരു ലെറ്റർ കിട്ടാണ്, ഡിവൈൻ. ഓക്കെ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലെറ്റർ. ഓക്കെ, അല്ലെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ആരെങ്കിലും നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് അയക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളോ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരുത്തുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, ചില വാക്കുകള്, സംസാരം, നിങ്ങൾ കേൾക്കുന്ന വാക്കുകള്, നിങ്ങളെ പറ്റിയിട്ട് കേൾക്കുന്ന വാക്കുകള് നിങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോവാനുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകളുടെ ഒരു ചെറിയ വാക്ക് മതി നമ്മൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യാൻ, അല്ലെ? സോ അതുപോലത്തെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, സോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ ഒരുപാട് ഇൻസ്പിറേഷണൽ ആക്കി എടുക്കുന്നുണ്ട്. അത് ഈവൻ നിങ്ങളുടെ കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾ പറയുന്ന കാര്യം, നിങ്ങൾ ആരോടെങ്കിലും പറയുന്ന കാര്യങ്ങളും പെട്ടെന്ന് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് അവരെ വളരെ ആഴത്തിൽ ടച്ച് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്, നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്ര കാലമായിട്ട് കാണാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ മേ ബി സാധിക്കുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ആൻഡ് സംസാരിച്ച് കഴിയുന്ന സമയത്തായിരിക്കാം ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് കോംപ്രമൈസ്ഡ് ആയിട്ട് വരിക, ചില ഈഗോസ് ഒക്കെ മെൽറ്റ് ആവുക. നിങ്ങൾ മേ ബി ചില കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദേഷ്യം, നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ നിങ്ങൾ പുറത്തേക്ക് പറയാത്തത് കൊണ്ടായിരിക്കാം, നിങ്ങളുടെ സിറ്റുവേഷൻസ് പറയാത്തത് കൊണ്ടായിരിക്കാം ചില ആളുകൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഓക്കെ, സോ രണ്ടുപേരും കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ട് സാഹചര്യം കണക്ട് ചെയ്യുന്നത് ഈഗോ ആയിരിക്കാം, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. ഇത് മെയിൻലി നിങ്ങൾ സംസാരിക്കാത്തത് കൊണ്ടാണ്. പക്ഷെ ജൂൺ മന്ത് വരുന്ന സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി ബ്ലാസ്റ്റ് ആവുന്നുണ്ട്. സംസാരം വരുന്ന സമയത്ത് നിങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില ഫൈറ്റ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, ചില വഴക്കുകൾ ഉണ്ടാവുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് കലങ്ങി തെളിയാൻ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 2. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബ്ലെസ്സിങ് ആണ്, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു മെന്റൽ റിലീഫ് ഉണ്ടാക്കുന്നുണ്ട്. സോ ജൂൺ മന്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങള് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫൈറ്റ് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും അത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. വഴക്ക് ഉണ്ടാക്കണം നിങ്ങൾ. ഓക്കെ, ചില ആളുകളായിട്ട്.
ഓർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വഴക്കുണ്ടാക്കണം. ഇറ്റ്സ് ലൈക്ക് ചില ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ കേൾക്കുന്നത് നിങ്ങൾ വഴക്കുണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് പോകുന്നത് പോലെ. ഓക്കെ, സോ ആരും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. പക്ഷേ ലൈക്ക് ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ നിങ്ങൾക്കൊന്ന് മാറി നിൽക്കണം, ഓർ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ഓപ്പൺ അപ്പ്. ഓക്കെ, സംസാരിക്കുക. ഗ്രൂപ്പ് നമ്പർ 2, ഡിസ്കണക്ട് ആൻഡ് ബോർഡം. ഓൾറൈറ്റ്, സോ ചില ആളുകൾക്ക് യാത്ര മസ്റ്റാണ്. നിങ്ങൾ മാറി നിൽക്കേണ്ട സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നതായിരിക്കാം. ഓക്കെ, ചില ആളുകൾ ഇത് ഇമോഷണലി ഡിസ്കണക്ട് ചെയ്യാണ്, ഇമോഷണലി നിങ്ങൾ കണക്ട് ചെയ്യുന്നില്ല. ഓൾറൈറ്റ്, ഓൾ ഓഫ് സഡൻ നിങ്ങൾ ഇമോഷണലി വിഡ്രോ ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഇത്ര കാലമായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പിന്നെ നിങ്ങൾക്ക് ബോറടിക്കാണ് ചില കാര്യങ്ങൾ. ഓക്കെ, അതുകൊണ്ടാണ് ചില ആളുകള് ഒരു മൂവ്മെന്റ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, അത് ഇമോഷണലി ആയിരിക്കാം, ഫിസിക്കലി ആയിരിക്കാം, മാറി നിൽക്കുകയാണ്. ഓക്കെ, സോ അത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിലോ ഓർ എന്തെങ്കിലും ഒരു ഇവന്റിലോ ഓർ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമോ ഓർ എന്തെങ്കിലും ഒരു ഭാഗമാകുന്നുണ്ട്. ഓക്കെ, സോ എന്തെങ്കിലും ഒരു മേജർ ഇവന്റിന്റെ ഒരു ഭാഗമാകാൻ നിങ്ങൾക്ക് ജൂൺ മന്ത് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് തരുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ വിശ്വാസം തരുത്തുന്ന ഒരു കാര്യമാണ്. ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് കിട്ടാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് സ്നേഹമായിരിക്കാം, ഫീലിങ്സ് ആയിരിക്കാം, എന്തെങ്കിലും ഗിഫ്റ്റ് ആയിരിക്കാം, നിങ്ങൾക്കൊരു ബേസ് ആയിട്ട് തോന്നുന്ന നിങ്ങളുടെ ഒരു ലൈഫിനൊരു അടിത്തറ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം, വാങ്ങിക്കുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, സോ ആദ്യമായിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ ആദ്യമായിട്ട് അങ്ങനത്തെ എന്തെങ്കിലും പ്ലാനിങ്ങിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. ഓൾറൈറ്റ്, ജൂൺ മന്ത് നിങ്ങൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റിംഗിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ അത് ചില ആളുകൾക്ക് നിങ്ങളൊരു ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ജൂൺ മന്ത് ആയിരിക്കാം നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യം അത് അതിന്റെ ഒരു എൻഡിലേക്ക് വരാൻ സമയമെടുക്കുന്ന കാര്യമായിരിക്കാം. പക്ഷെ ഈ ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾ ചില കാര്യങ്ങൾ ഫൈറ്റ് ചെയ്യുക, ആക്ഷൻ എടുക്കുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് ജൂൺ മന്ത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നാണ് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യണം, ചില ഈഗോസ് ഒക്കെ നിങ്ങളുടെ ഈഗോ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മെൽറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തികളുടെ കൂടെ ആയിരിക്കാം. ഓക്കെ, അത് പുതിയ പേഴ്സൺ ആയിരിക്കാം, ഓർ നിങ്ങളൊരു റൈറ്റ് പേഴ്സൺ ആയിരിക്കാം, ഓർ നിങ്ങളുടെ ഒരു പുതിയൊരു ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടായിരിക്കാം. ഓക്കെ, ഒന്നുകിൽ അത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്, ചില ആളുകൾക്ക് അത് വേറൊരു വ്യക്തിയുടെ കൂടെ നിങ്ങൾ പോകാൻ പോകുന്ന ഒരു യാത്രയാണ്, ലൈഫിലെ യാത്രയായിരിക്കാം, ഓർ എന്തെങ്കിലും യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഒരുപാട് ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ്, ഒരു നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തിന്റെ ഭാഗമാണ്, ആരുടെയൊക്കെയോ ലൈഫിലെ ഭാഗമാണെന്ന് തോന്നിപ്പിക്കുന്ന, നിങ്ങൾ മാറ്റർ ആണെന്ന് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഗ്രൂപ്പ് നമ്പർ 2. സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹേ ഗ്രൂപ്പ് നമ്പർ 3, ജൂൺ മന്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്? ഗ്രൂപ്പ് നമ്പർ 3, ജൂൺ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ റെസ്റ്റ് എടുക്കേണ്ട ടൈമാണ്. ഓക്കെ, ഓർ നിങ്ങൾ കുറച്ച് ലേസി ആയിട്ട് നിൽക്കേണ്ട ഒരു ടൈമാണ്, ആൻഡ് യു റിയലി ഡിസേർവ് ദാറ്റ്. സോ ചില സമയത്ത് നമ്മളൊരു ലേഷ്യർ ടൈം എന്ന് പറയുന്നത് പോലെ യു ഡിസേർവ് ഫോർ ദാറ്റ്. ഓക്കെ, സോ ഒറ്റയ്ക്ക് ഇരിക്കുക, വെറുതെ ഇരിക്കുക, ഒന്നും ചെയ്യാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബേർഡൻസ് ഓർ എന്തെങ്കിലുമൊക്കെ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളൊന്ന് ഒരു ഫ്രീ ആവുന്ന ഒരു പോലെ. ഓക്കെ, അല്ലെങ്കിൽ അത്ര കാലമായിട്ട് നിങ്ങൾ വലിയ വലിയ സീരിയസ് ആക്കി എടുക്കുന്ന കാര്യങ്ങളൊക്കെ മെൽറ്റ് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാളും ഇമ്പോർട്ടൻസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വരുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ജൂൺ മന്ത് ഉണ്ടാവുന്നുണ്ട്. കാരണം നിങ്ങൾ ജൂൺ മന്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം, വളരെ റിലാക്സ് ചെയ്യുന്ന ഒരു ടൈം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അത് നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷന്റെ മുന്നേ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു പീരീഡിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മേജർ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഇത്ര കാലമായിട്ട് നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ ഇവന്റിലൂടെ ആയിരിക്കും നിങ്ങൾ ഇത്ര കാലം പോയിട്ടുണ്ടായിരിക്കാം. ആൻഡ് ഈ ഒരു ടൈം, സ്പെഷ്യലി ജൂൺ മന്ത് ടൈം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലേഷ്യർ ടൈം പോലെയാണ്. ഓക്കെ, നിങ്ങൾ അവിടെ റെസ്റ്റ് എടുക്കണം. കാരണം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക്
വലിയ വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ടായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ സ്പിരിച്വാലിറ്റി, ലൈഫിൽ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നൊരു ടൈം ആയിരിക്കാം. പക്ഷെ ജൂൺ മന്ത് എൻജോയ് യുവർ സെൽഫ്. സോ അതിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങള് നിങ്ങൾക്ക് വളരെ കണക്റ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വളരെ സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ചില ഫീലിങ്സിന്റെ ഒരു പീക്കിൽ കൊണ്ടെത്തിക്കുന്ന ചില എക്സ്പീരിയൻസ് ജൂൺ മന്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ മ്യൂച്വൽ ആയിട്ടുള്ള ഫീലിംഗ്സ്, സിറ്റുവേഷൻ, എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ. ഓൾറൈറ്റ്, ഓർ ജൂൺ മന്ത് ലൈഫിൽ എന്തെങ്കിലും മേജർ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നിങ്ങൾ വരുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ എഗൈൻ ആളുകളായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമാകുന്ന ആളുകളെ നിങ്ങൾ ലൈഫിൽ മീറ്റ് ചെയ്യുന്നത് ജൂൺ മന്ത് ആയിരിക്കാം. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ തോന്നുന്ന ആളുകളായിരിക്കാം. നിങ്ങൾ അങ്ങനെ എവേക്കൻ ചെയ്യുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിരിക്കാം. നിങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നതായിരിക്കാം സ്പെഷ്യലി ചില ആളുകൾക്ക്. കാരണം ജൂൺ മന്ത് നിങ്ങൾ എന്തൊക്കെയോ ഒരു കാര്യത്തിന്റെ ഒരു എക്സ്ട്രീം ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഒരു എക്സ്ട്രീം ലവ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഒരു എക്സ്ട്രീം കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, വളരെ സ്പെഷ്യൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വേർത്ത് തോന്നുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരുപാട് സോൾ കണക്ഷൻ, ട്വിൻ കണക്ഷൻ ഒക്കെ തോന്നുന്ന ചില സിറ്റുവേഷൻസ് അതിന്റെ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഡെഫിനറ്റ്ലി എന്തെങ്കിലും സോൾ കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റൊമാൻസ് ലൈഫ് ആണ് നിങ്ങൾ ജൂൺ മന്ത് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും പോകുന്നത്. ഓക്കെ, അത് നിങ്ങൾ ചേസ് ചെയ്യുന്നതോ നിങ്ങളായിട്ട് പോയി കണ്ടുപിടിക്കുന്നതോ ഒന്നുമല്ല. അത് നാച്ചുറലി അതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് അതിന്റെ നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓർ ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കണം. കാരണം ഈ ഒരു സമയത്ത് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ, ഇതുപോലത്തെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ, റിലേഷൻഷിപ്പ്, ലവ്, ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ അത് മെയിൻ ആയിട്ട് നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ ഒരു ശ്രദ്ധ കുറച്ച് സമയത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റി വെക്കാനായിരിക്കാം. ഓർ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിഷ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലൈഫ് ഓഫർ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങളുടെ വേർത്ത് മനസ്സിലാക്കാൻ വേണ്ടി, ഓർ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്, ജെന്യൂൻലി നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്നേഹം നിങ്ങളുടെ ലൈഫിൽ ഡിസേർവ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ജൂൺ മന്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓർ ചില ആളുകൾക്ക് ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു പാർട്ട്ണർ ആണ്. ഓക്കെ, മാരേജ്, റിലേഷൻഷിപ്പ് ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ. ഓൾറൈറ്റ്, പക്ഷെ മനസ്സിലാക്കുക എന്താണ് ജൂൺ മന്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫ് ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ നല്ലത് എക്സ്പീരിയൻസ് ചെയ്യും. പിന്നെ അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്ന സമയത്ത് സങ്കടപ്പെടാതിരിക്കാം. ഓൾറൈറ്റ്, കാരണം ഇറ്റ്സ് എ ബ്രേക്ക് ത്രൂ. ഗ്രൂപ്പ് നമ്പർ 3 ഇറ്റ്സ് അഗൈൻ എ കൺഫർമേഷൻ. ഓൾറൈറ്റ്, സോ നിങ്ങൾ എന്തെങ്കിലും മേജർ ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫ് ഇവന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. എൻജോയ് ഇറ്റ്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ടായിരിക്കണം. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഒരിക്കലും ചേഞ്ച് ആക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരിക്കലും ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ചില കാര്യത്തിലേക്കൊക്കെ നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു സ്പിരിച്വൽ ജേർണി പോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇതുപോലത്തെ കണക്ഷൻസും അല്ലെങ്കിൽ ഇതുപോലെ ഈവൻ ലൈക്ക് റിലേഷൻഷിപ്പ് എന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് തരുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ജൂൺ മന്ത്. ഒന്നുകിൽ നിങ്ങളുടെ ചില ടാലന്റ്സ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. പല ആളുകൾക്കും പല രീതിയിലായിരിക്കാം. ഒന്നുകിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്ര കാലമായിട്ട് നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് വിചാരിച്ചിട്ടുള്ള ആളുകൾ ജൂൺ മന്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കാര്യമായിരിക്കാം. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കിട്ടും. അതല്ലാതെ നിങ്ങൾക്ക് വലിയൊരു ബെനിഫിറ്റ്സോ ഒന്നും ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ ഒന്നുകിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യത്തിലേക്ക് വരുന്നതായിരിക്കാം, നിങ്ങളുടെ മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പോകുന്നുണ്ട്. അതൊക്കെ ജൂൺ മന്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുപാട് ഹെവി വർക്ക് ഒന്നും ചെയ്യേണ്ട ടൈം അല്ല. നിങ്ങൾക്ക് അങ്ങനെ ജൂൺ മന്ത് അങ്ങനെ നിങ്ങൾക്ക് തരില്ല. ഓക്കെ, ഒരുപാട് ഹാർഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഹെവി ആയിട്ടോ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ വളരെ കാമായിട്ടിരിക്കാൻ പോകുന്നൊരു ടൈമാണ്. അത് എന്ത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കുക ഒന്നും വേണ്ട. കാരണം ഈ ഒരു ടൈമിന് ശേഷം ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ജൂൺ മന്ത് നിങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത പോലെ ആയിരിക്കാം, ഒരു കാല് കെട്ടിയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം. അത് സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം, ഇമോഷണലി ആയിരിക്കാം, ഓർ ഫിസിക്കലി ആയിരിക്കാം. ഓക്കെ, പക്ഷെ ജൂൺ മാസം കഴിയുന്ന സമയത്ത് നടക്കാൻ പറ്റാത്ത ആളുകൾ ഓടുന്ന പോലെ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓടാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഓടേണ്ടി വരും.
ഓക്കെ. സോ ഈ ഒരു ടൈം നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, കാരണം ചില മാറ്റങ്ങൾ, ചില അഴിച്ചുപണികൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഒരു സക്സസ് എന്ന് പറഞ്ഞാൽ പോരാ. ഓക്കെ, സോ ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ് മിറാക്കിൾ, അല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കില്ല നിങ്ങളുടെ ഒരു സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എത്തിപ്പെടണം എന്ന് വിചാരിക്കുന്ന കാര്യമായിരിക്കില്ല നിങ്ങൾ എത്തിപ്പെടുന്നുണ്ടായിരിക്കും. അതിനെങ്കാട്ടി മേലെ എന്തെങ്കിലും കാര്യത്തിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ മൊത്തം ഒരു ലൈഫിനെ മാറ്റി മറിക്കുന്ന ചില കാര്യങ്ങൾ, അതിലേക്ക് പോകുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു സ്റ്റേജിലാണ് നിങ്ങൾ ജൂൺ മന്ത് നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും, ലൈഫ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ജൂൺ മന്ത് നിങ്ങൾ ആസ്വദിക്കേണ്ട ടൈമാണ്. ഓൾറൈറ്റ്, നിങ്ങൾ ഒരുപാട് പ്ലാനോ ഒരുപാട് കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ഒരു ടൈം അല്ല. ഓക്കെ, കാരണം നിങ്ങൾക്ക് ലൈഫ് പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യം ഗ്രൂപ്പ് നമ്പർ 3, ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കാം. ഫൈനാൻഷ്യലി ഓർ മെറ്റീരിയൽ ആയിട്ടും ആൻഡ് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും സ്പെഷ്യൽ കണക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിന്റെ ഒരു റൈറ്റ് ആണ്. ഓക്കെ, ഫൈനാൻഷ്യൽ ചേഞ്ച് ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിക്കുക, എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയുടെ ഭാഗമാകുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ബർത്ത് റൈറ്റ് ആണ്. ഓക്കെ, സോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ജൂൺ മന്ത് നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. ഇതൊന്നും നിങ്ങൾ തേടി പിടിച്ചു കണ്ടുപിടിക്കുന്ന കാര്യങ്ങളല്ല ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒന്നിലും നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കണ്ട. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിവൈൻ പ്ലാൻ. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കണം എന്നില്ല. ആൻഡ് ഡോണ്ട് സ്റ്റക്ക് വിത്ത് പീപ്പിൾ ഈ ഒരു ടൈമിൽ. കാരണം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോലെയല്ല ചില കാര്യങ്ങൾ. സോ നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. ഓക്കെ, സോ എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ പോവാം. ആൻഡ് ജൂൺ മാസം നിങ്ങൾ അധികം ടെൻഷൻ ഒന്നും എടുക്കേണ്ട ടൈം അല്ല. കാരണം ഡിവൈൻ ആയിട്ട് ഇപ്പൊ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് പോലും വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഡിവൈൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടു തരുന്നുണ്ട്. ഓക്കെ, അത് എസ്പെഷ്യലി റൊമാൻസ് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു റൊമാൻറ്റിക് ലൈഫ് സ്റ്റോറിയുടെ ഭാഗമാകുന്നുണ്ട് നിങ്ങൾ. എസ്പെഷ്യലി അത് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ ജൂൺ മന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഗ്രൂപ്പ് നമ്പർ 3 സാക്രൽ ചക്ര, നിങ്ങളുടെ സെക്ഷൽ എനർജി, നിങ്ങളുടെ ഫിസിക്കലി നിങ്ങൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. ഓക്കെ, സെക്ഷലി നിങ്ങൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ദർ ഈസ് നത്തിങ് റോങ് ഇൻ ദാറ്റ്. ഓക്കെ, ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറുടെ കൂടെ റിലേഷൻഷിപ്പ് ഉണ്ടാവാം. സോ അതിന്റെ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ബർത്ത് റൈറ്റ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ സെക്ഷൽ എനർജി, നിങ്ങളുടെ സാക്രൽ എനർജി ഒരുപാട് സാറ്റിസ്ഫൈഡ് ആവുന്നതും റേസ് ചെയ്യുന്നതുമായിട്ടുള്ള ചില എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സാക്രൽ ഓർ സെക്ഷൽ എനർജി. ഓൾറൈറ്റ്, അത് നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ റീഫ്രഷ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി വിത്ത് ദ റൈറ്റ് പേഴ്സൺ. ഫിസിക്കലി നിങ്ങൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആവാൻ പോവാണ്. ഓക്കെ, യു ഹാവ് എ റൈറ്റ് പാർട്ട്ണർ. ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, ഇതൊന്നും നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമല്ല. സോ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് തോന്നാണ് ഇത് എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നോ, മേ ബി അതായിരിക്കണം എന്നില്ല, മേ ബി അത് ഒരു റൈറ്റ് ടൈം ആയിക്കണം എന്നില്ല. ഓക്കെ, കാരണം ഡിവൈൻ പ്ലാൻ ആണ്. കാരണം ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒന്നും പ്ലാൻ ചെയ്യേണ്ടതായിട്ടില്ല. കാരണം ഈ ടൈമിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോലെയല്ല ലൈഫ് പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു ട്രാൻസ്ഫർമേഷൻ സ്റ്റേജിലേക്കാണ് നിങ്ങൾ പോകുന്നത്, സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷനിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. കംപ്ലീറ്റ്ലി ഒരു അഴിച്ചുപണി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് യു റിയലി ഡിസേർവ് ഇറ്റ്. ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്രമാത്രം ഒരു അറിവ് മേ ബി നിങ്ങൾക്ക് ഉണ്ടാവില്ല. ബട്ട് ഡിവൈൻ, അല്ലെങ്കിൽ നമ്മളെ കാണുന്ന ഒരു പവറിന് അറിയാം നമ്മൾ എന്താണ് ഡിസേർവ് ചെയ്യുന്നത് എന്നുള്ളത്, ഓർ എന്തിനാണ് ചില കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, സോ ട്രസ്റ്റ് ദ പ്രോസസ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്ര ചില നല്ല നല്ല എക്സ്പീരിയൻസ് ലൈഫായിട്ട് തന്നെ നിങ്ങൾക്ക് കരുതിയിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് ട്രസ്റ്റഡ്, കംപ്ലീറ്റ്ലി ട്രസ്റ്റഡ്. ആൻഡ് ലൈഫ് ഒരു രീതിയിൽ നിങ്ങൾ ബ്ലെയിം ചെയ്യാതിരിക്കുക ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, സി ജസ്റ്റ് ഇമാജിൻ നിങ്ങളുടെ ലൈഫ് ഇവിടെ ഉണ്ട്, ഇത്ര കാലം നിങ്ങൾ പോയിട്ടുള്ള ഒരു പാസ്റ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നിങ്ങൾ എന്തൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയോ, നിങ്ങൾ എങ്ങനെയായിരുന്നോ, നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത്, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഹാബിറ്റ് എന്തായിരുന്നോ, നിങ്ങളുടെ ഒരു സെക്ഷൽ ഹാബിറ്റ് എന്തായിരുന്നോ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഹാബിറ്റ് ഓർ നിങ്ങളുടെ ഒരു ലൈഫ് എങ്ങനെയായിരുന്നോ അതുപോലെയല്ല നിങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഈ ഒരു പോയിന്റിലാണ് നിങ്ങൾ ഈ ഒരു സമയം നിൽക്കുന്നത്. അവിടെ നിങ്ങൾ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ജൂൺ മന്ത് നിങ്ങൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ജൂൺ കുറച്ച് സമയം കൂടെ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കാൻ പോകുന്നുണ്ടായിരിക്കുക. ആൻഡ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒരു
ഡിഫറെന്റ് വേർഷനിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു വേർഷനിലേക്കാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. സോ അവിടെ നിങ്ങളുടെ മിസ്റ്റേക്സ് ഇല്ലാണ്ടാവുന്നുണ്ട്, കാർമിക് സിറ്റുവേഷൻ ഇല്ലാതാവുന്നുണ്ട്, നിങ്ങളുടെ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് വരുന്ന സമയത്ത് ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ അതൊന്നും നിങ്ങൾ മേ ബി ലൈക്ക് അതൊക്കെ നിങ്ങൾക്ക് കരുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ആ ഒരു അങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അത് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് റൈറ്റ് ആയിട്ട്. ഓൾറൈറ്റ്, സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.